ജയിക്കുമ്പോൾ ഞാൻ അവർക്കൊരു ജർമ്മൻകാരനാണ്, എന്നാൽ തോൽക്കുമ്പോൾ ഒരു കുടിയേറ്റക്കാരനും. ജർമ്മനിക്ക് വേണ്ടി ലോകകപ്പ് നേടിയിട്ടും തന്റെ തുർക്കിഷ് പാരമ്പര്യത്തിന്റെ പേരിൽ വംശീയ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന മെസ്യൂട്ട് ഓസിലിന്റെ വാക്കുകളാണിത്. ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്ലേ മേക്കർമാരിൽ ഒരാളാണ് മെസ്യൂട്ട് ഓസിൽ. ഗ്രൗണ്ടിലെ മികച്ച വിഷൻ, അസാധ്യമായ പാസിംഗ് കൃത്യത, കളി നിയന്ത്രിക്കാനുള്ള കഴിവ് എന്നിവയായിരുന്നു ഓസിലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. 1988 ജർമ്മനിയിലാണ് ഓസിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തുർക്കിയിൽ നിന്നും ജർമ്മനിയിലേക്ക് കുടിയേറിയവരായിരുന്നു. ജർമ്മൻ പൗരനായി വളർന്ന ഓസിൽ തന്റെ അസാധ്യമായ കളിശൈലിയിലൂടെ ജർമ്മനിയുടെ യൂത്ത് അക്കാദമികളിൽ ശ്രദ്ധിക്കപ്പെട്ടു. ചാൽക്കയ്ക്കും വേർഡർ ബ്രഹ്മനും ശേഷം റയൽ മാഡ്രിഡിൽ എത്തിയതോടെയാണ് ഓസിൽ ലോകത്തെ ഏറ്റവും മികച്ച പ്ലേ മേക്കർമാരിൽ ഒരാളായി മാറുന്നത്. അതുമാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയതും ഓസിലാണ്. ജർമ്മൻ ദേശീയ ടീമിനായി 90-ലധികം മത്സരങ്ങൾ കളിച്ച ഓസിൽ 5 തവണ ജർമ്മനിയുടെ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 2014 ജർമ്മനി ലോകകപ്പ് കിരീടം നേടുമ്പോൾ ടീമിന്റെ മധ്യനിരയിലെ പ്രധാന തന്ത്രജ്ഞൻ ഓസിലായിരുന്നു. എന്നാൽ 2018 ലോകകപ്പിലെ ജർമ്മനിയുടെ മോശം പ്രകടനത്തിന് ശേഷം ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ഓസിലായിരുന്നു. കരിയറിന് പുറത്തുള്ള ചില രാഷ്ട്രീയ വിവാദങ്ങളും വംശീയ അധിക്ഷേപങ്ങളും അദ്ദേഹത്തെ കടുത്ത മാനസിക വിഷമത്തിലാക്കി. ഒടുവിൽ വിവേചനങ്ങളിൽ പ്രതിഷേധിച്ച് 29-ാം വയസ്സിൽ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു.